ഹായ്, ഞാനിന്ന് മെക്കോണിയം പാസേജ് അല്ലെങ്കിൽ മഷി ഇറക്കൽ എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലേബർ റൂമിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും എയറും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ റപ്ചർ ഓഫ് മെംബ്രെയിൻ, അതായത് ഫ്ലൂയിഡ് ബ്രേക്ക് ആക്കിയിട്ട് ചിലപ്പം അതിനകത്ത് മോഷൻ്റെ കളർ വരുമ്പോഴത്തേക്കും നമ്മൾ ബൈസ്റ്റാൻഡേർഡും പേഷ്യൻ്റ് പറഞ്ഞു കുട്ടി യൂട്രസിൻ്റെ അകത്ത് വെച്ച് മഷി ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ മഷി ഇറക്കൽ? ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം മെക്കോണി എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിയുടെ മോഷൻ ആണ് നമ്മൾ മെക്കോണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കണ്ടെന്ന് വെച്ചാൽ ഈ കൊച്ചിൻ്റെ സ്കാൽപ്പിനകത്തുള്ള ഹെയർ, പിന്നെ അതിൻ്റെ ബോഡിയിലുള്ള വെർണിക്സ്, പിന്നെ ബവലിനകത്തുള്ള സെക്രീഷൻസ് തുടങ്ങിയ പിന്നെ കണ്ടന്റ് അമ്യൂണിറ്റി ഫ്ലൂയിഡ്, ഇതെല്ലാം കൂടി കൂടിയ കണ്ടന്റാണ് ഈ മെക്കോണി എന്ന് പറഞ്ഞത്. അപ്പോൾ മെക്കോണിയം പാസേജ് ചെയ്യുന്നത് പല കാരണങ്ങളും ഉണ്ടാകും. നോർമൽ ബവൽ മൂവ്മെൻറ്റ്സ് കൊണ്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു മച്യൂരിറ്റിയുടെ ഒരു ഭാഗമായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കൊച്ചിന് ഹൈപ്പോക്സിയ, അതേ കുട്ടിക്ക് യൂട്രസിൻ്റെ അകത്ത് വെച്ച് ശ്വാസം മുട്ടുണ്ടാകുമ്പോഴത്തേക്കും ആർജിനിൻ വാസോപ്രസിൻ്റെ ഒരു എൻസൈം റിലീസ് ചെയ്യും. ഇത് നമ്മുടെ കൊളോണിക് മസിൽസ്, അതായത് കൊടലിൻ്റെ മസിൽസിനെ കണ്ടാക്ട് ചെയ്ത് മെക്കോണിയം പാസേജ് ഇൻയൂട്രോ നടക്കും. അപ്പോൾ ഇത് നമ്മൾ ഫ്ലൂയിഡ് പൊട്ടിക്കുമ്പോഴത്തേക്കായിരിക്കും അറിയുന്നത്. അപ്പം മെക്കോണിയം ഈസ് അത് നമ്മുടെ കൊച്ചിൻ്റെ ലങ്സിന്, ശ്വാസകോശത്തിന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ടാക്കാം. അതുകൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്നൊരു അസുഖം ഉണ്ടാകും. അപ്പോൾ മെക്കോണിയം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ പ്രഗ്നൻസിയൊക്കെ ആണെങ്കിൽ ഭയങ്കര തിക്കായിട്ടുള്ള മെക്കോണിയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ പേഷ്യൻസിനെ ഉടനെ സിസേറിയൻ ചെയ്യും. പക്ഷെ മൈൽഡായിട്ടുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവർ ഹാർട്ട് ബീറ്റ് ഒക്കെ നോർമൽ ആണെങ്കിൽ അതിനെ നോർമലായിട്ട് വെയിറ്റ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതി വെച്ചിരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.